ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് ഇത്. എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നെനിക്കറിയില്ല. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് ശുദ്ധീകരണാത്മാക്കളെക്കുറിച്ചുള്ള വായിക്കൂ അല്ലെങ്കിൽ വിലപിക്കും എന്ന പുസ്തകം. ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഫാദർ പോൾ ഒ സള്ളിവൻ ആണ്. ഈ വൈദികൻ 1917 ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് മുന്നോടിയായി ആ ദേശത്തെ മുഴുവൻ ദൈവഭക്തിയിൽ വളർത്തിയ ഒരു കത്തോലിക്ക പുരോഹിതനാണ്. ഈ പുസ്തകം യഥാർത്ഥത്തിൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. നമ്മളൊക്കെ എത്രത്തോളം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്ത ആഴത്തിൽ എന്നിൽ വേരുപടർത്തി. ഇനിയുള്ള ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞാൻ നഷ്ടപ്പെടുത്തിക്കൂടാ എന്നൊരു തോന്നല്. കൂടുതലായി നമ്മൾ ഇവർക്കായിട്ട് പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ സ്ഥലത്തെ ഓരോ ആത്മാക്കളുടെയും നിലവിളി നമ്മുടെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കണം. ദയ തോന്നണമേ, നിങ്ങളെങ്കിലും എന്നോട് ദയ കാട്ടണമേ എൻ്റെ പ്രിയ സ്നേഹിതരെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സ്നേഹിതന്മാരുടെ സഹായം യാചിച്ചുകൊണ്ട് നടത്തുന്ന ദയനീയമായ പ്രാർത്ഥന. കഷ്ടം, ഏറെ പേരും ഈ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നില്ല എന്നതാണ്. എന്തിനേറെ പറയണം, ഭക്തരായ കത്തോലിക്കർ പോലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ അവഗണിക്കുകയാണ്. അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുപോലും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി ബലിയർപ്പിക്കാതെ, ബലിയർപ്പണത്തിൽ പങ്കെടുക്കാതെ, അവർക്കായി പ്രാർത്ഥിക്കാതെ, എന്തിന് അവരെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുന്നു. ശരിയല്ല ഞാൻ പറഞ്ഞത്? നല്ല ആരോഗ്യവും ആനന്ദവും ആസ്വദിച്ചുകൊണ്ട് സുഖസന്തോഷങ്ങളിലും ജോലികളിലും നാം മുഴുകുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ പാവപ്പെട്ട ആത്മാക്കൾ തീനാളങ്ങളുടെ നടുവിൽ അവർണ്ണനീയമായ വേദന അനുഭവിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലം എന്താണെന്ന് ഇന്ന് പലരും മനസ്സിലാക്കുന്നില്ല. അവിടുത്തെ ഭയാനകമായ യാതനയെക്കുറിച്ചോ ഭീകരമായ അഗ്നിയിൽ ആത്മാക്കൾ തള്ളി നീക്കുന്ന നീണ്ട നാളുകളെക്കുറിച്ചോ ഒരു രൂപവുമില്ല. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ നിന്ന് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കുന്നതിന് അവർ ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ സഹായങ്ങൾ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആത്മാക്കളെ നിർദ്ദയം അവഗണിക്കുകയും ചെയ്യുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലെ യാതന അതികഠിനമായതിനാൽ അവിടെ ഒരു നിമിഷം ഒരു യുഗമായി അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. ശുദ്ധീകരണ സ്ഥലം എന്നൊന്നുണ്ടോ? ഇത് സത്യമാണോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അവർക്കായിട്ട് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ അച്ഛൻ 2 സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കതൊന്ന് ശ്രവിക്കാം. ഒന്നാമതായിട്ട് അച്ഛൻ പറയുന്നത് പോളണ്ടുകാരനായ ഒരു രാജകുമാരനെ കുറിച്ചാണ്. രാഷ്ട്രീയ കുറ്റത്തിന് പോളണ്ടിൽ നിന്നും നാടുകടത്തപ്പെട്ട രാജകുമാരൻ ഫ്രാൻസിൽ കൊട്ടാരവും സ്ഥലവും വാങ്ങി. അദ്ദേഹത്തിന് ചെറുപ്പത്തിലുണ്ടായിരുന്ന ദൈവവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. ഇത് സംഭവിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിനെതിരായും മരണാനന്തര ജീവിതത്തിനെതിരായും പുസ്തകം വരെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു സായാഹ്നത്തിൽ അദ്ദേഹം നടക്കാനിറങ്ങിയപ്പോൾ ഒരു സാധു സ്ത്രീ വലിയ ദുഃഖത്തോടെ കരയുന്നത് കണ്ടു. എന്തിനാണ് അവൾ കരയുന്നതെന്ന് അദ്ദേഹം അന്വേഷിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ അങ്ങയുടെ കാര്യസ്ഥൻ സ്റ്റുവാർട്ട് ജീൻ മരിയായുടെ ഭാര്യയാണ്. ഭർത്താവ് 2 ദിവസം മുമ്പ് മരിച്ചു. അദ്ദേഹം ഒരു നല്ല ഭർത്താവും അങ്ങയുടെ വിശ്വസ്ത സേവകനുമായിരുന്നു. ഭർത്താവിൻ്റെ രോഗം നീണ്ടുനിന്നതിനാൽ സമ്പാദ്യം മുഴുവൻ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി കുർബാനയർപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. രാജകുമാരൻ അവളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവളെ ആശ്വസിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും അവളുടെ ഭർത്താവിൻ്റെ ആത്മശാന്തിക്കായി കുർബാന ചൊല്ലിക്കുന്നതിന് കുറച്ച് പണം നൽകുകയും ചെയ്തു. കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു സായാഹ്നത്തിൽ രാജകുമാരൻ തൻ്റെ മുറിയിൽ പുസ്തകരചനയിൽ മുഴുകിയിരിക്കുമ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്താതെ തന്നെ സന്ദർശകനോട് കടന്നു വരാൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞു.
ഒരാൾ മെല്ലെ വാതിൽ തുറന്ന് അകത്തു പ്രവേശിച്ച് രാജകുമാരന്റെ എഴുത്തുമേശയ്ക്ക് അഭിമുഖമായി നിന്നു. തലയുയർത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. മരിച്ചുപോയ കാര്യസ്ഥൻ സ്റ്റുവേർട്ട് ജീൻ മരിയ. ഒരു പുഞ്ചിരിയോടെ അയാൾ അദ്ദേഹത്തെ നോക്കി നിന്നു. രാജകുമാര, എനിക്കു വേണ്ടി കുർബാന ചൊല്ലിക്കുന്നതിന് അങ്ങന്റെ ഭാര്യയെ സഹായിച്ചതിന് നന്ദി പറയാനാണ് ഞാൻ വന്നത്. ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ തിരുരക്തത്തിന് നന്ദി. അതെനിക്കു വേണ്ടി അർപ്പിക്കപ്പെട്ടു. ഞാൻ ഇന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു. അതിനു മുമ്പ് അങ്ങയോട് നന്ദി പറയാൻ ദൈവം എനിക്ക് അനുവാദം തന്നു. തുടർന്ന് അയാൾ പറഞ്ഞു, രാജകുമാര, ദൈവം ഉണ്ട്, ഭാവി ജീവിതമുണ്ട്, സ്വർഗവും നരകവുമുണ്ട്. ഇത്രയും പറഞ്ഞ് അയാൾ അപ്രതീക്ഷനായി. രാജകുമാരൻ മുട്ടിന്മേൽ നിന്ന് വളരെ ഭക്തിയോടെ വിശ്വാസപ്രമാണം ചൊല്ലി. ഇനി മറ്റൊരു സംഭവം അച്ഛൻ വിവരിക്കുന്നതിതാണ്. വിശുദ്ധ അന്റോണിയസും സ്നേഹിതനും തമ്മിൽ നടന്ന ഒരു സംഭവം. ഫ്ലോറൻസിലെ പ്രസിദ്ധ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ അന്റോണിയസ് രേഖപ്പെടുത്തുന്നു, ബിഷപ്പ് താമസിച്ചിരുന്ന ഡൊമിനിക്കൻ ആശ്രമത്തിന്റെ വലിയ ഗുണകാംക്ഷിയും ഭക്തനുമായ ഒരു മാന്യ വ്യക്തി മരിച്ചു. വളരെയധികം കുർബാനകളും മറ്റും പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി അർപ്പിക്കപ്പെട്ടു. വളരെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം മരിച്ച ആ വ്യക്തിയുടെ ആത്മാവ് കഠിനവേദനയാൽ പിടയുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് വിശുദ്ധനെ ഏറെ അസ്വസ്ഥനാക്കി. ഓ എൻ്റെ സ്നേഹിത, വളരെയധികം ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ജീവിച്ച അങ്ങ് ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് തന്നെയാണോ? വിശുദ്ധൻ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് തന്നെയാണ്. ഇനിയും കുറേ കാലം കൂടി ഞാൻ അവിടെ ഉണ്ടാകും. വേദനിക്കുന്ന പാവപ്പെട്ട ആ ആത്മാവ് പറഞ്ഞു. കാരണം ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്കായി അർപ്പിക്കപ്പെടുന്ന ബലികളും പ്രാർത്ഥനകളും ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിക്കേണ്ട ആത്മാക്കൾക്കായി നൽകാൻ നീതിമാനായ ദൈവം കൽപ്പിച്ചു. പ്രിയമക്കളെ, ഇവിടെ ഇത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം എന്താണ് വിശുദ്ധ അന്റോണിയസിനോട് പറഞ്ഞത്? ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ പ്രാർത്ഥനകൾ അർപ്പിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്കായി അർപ്പിക്കപ്പെടുന്ന ബലികളും പ്രാർത്ഥനകളും ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിക്കേണ്ട ആത്മാക്കൾക്കായി നൽകാൻ നീതിമാനായ ദൈവം കൽപ്പിച്ചു. ജീവിതകാലത്ത് ഞാൻ ചെയ്ത സത്പ്രവർത്തികളുടെ എല്ലാം ഫലം ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം എനിക്ക് തരും. പക്ഷേ അതിനു മുൻപ് ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കാണിച്ച അവഗണനയ്ക്ക് പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനങ്ങൾ എത്രയോ സത്യമാണ്. നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്കും അളന്നു കിട്ടും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക, ഈ സംഭവത്തിലെ ഭക്തനും ധന്യനുമായ വ്യക്തിക്ക് ലഭിച്ച ഭയാനകമായ വിധിയായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കാനായിട്ട് പോവുക. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെയും അവരെ സഹായിക്കാതെയും ജീവിച്ചാൽ നമ്മുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിലിത് ആഴത്തിൽ പതിയട്ടെ. നമ്മിലേറെ പേരും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എങ്കിലും കുറച്ചും കൂടി തീക്ഷ്ണമായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവർ എത്രയും വേഗം സ്വർഗത്തിൽ എത്തിച്ചേരട്ടെ.